ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്കും റാഹത്തായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ മൈ ലൈഫ് ആണ് കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് ഭാഗങ്ങളെയും കൂടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നോമ്പിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കുറേ ആയി വീഡിയോ എടുത്തിട്ട് ഫോണിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഡിലീറ്റ് ആക്കാൻ വേണ്ടി മനസ്സ് വരുന്നില്ല, അത്ര കഷ്ടപ്പെട്ടിട്ട് എടുത്തല്ലേ. അപ്പോൾ ഏതായാലും അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, നോമ്പ് കഴിയിട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ രാവിലെ വെറും ചായയൊക്കെ കുടിച്ചിട്ടാണ്, അതിനുശേഷം പാല് കൊണ്ടുവന്നിട്ടുണ്ടായിന്, അതെല്ലാം തിളപ്പിച്ച് വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പുമാവാണ് കേട്ടോ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത്. അന്നത്തെ ദിവസം രാവിലെ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അന്നത്തെ ദിവസം പിന്നെ ചിക്കൻ കറിയും ഉച്ചക്ക് നെയ്ച്ചോറാണ് കേട്ടോ. അപ്പം ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുമല്ലോ. അങ്ങനെ ചായ കുടിച്ച പാത്രം ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം കഴുകി വെച്ച്. പിന്നെ പാല് കൊണ്ടുവന്ന പാത്രം, ചായ കുടിച്ച പാത്രം ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ചിട്ടാ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ഓർമ്മയില്ല കേട്ടോ, ഇതിൽ നോക്കിയിട്ടാണ് ഈ വോയിസ് ഇടുന്നത്. പിന്നെ എന്ത് സംഭവം ഒന്നും അറിയില്ല കേട്ടോ. കുറച്ച് ഭാഗം നോക്കി എന്നിട്ട് അങ്ങനെ ഇടുന്നതാണ് കേട്ടോ. പിന്നെ നോക്കിനി പക്ഷെ എന്നാലും മറന്നുപോയി. പിന്നെ കുറച്ച് വേസ്റ്റെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം കൊണ്ട് കളയലാണ്. പിന്നെ അപ്പോൾ വീഡിയോ ഫോണിൽ തന്നെ ഉണ്ടായിന്, 2 വീഡിയോ ആയിട്ടും ഉണ്ട് കേട്ടോ. അപ്പം നാളെയായിട്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അങ്ങനെ കുറച്ച് വേസ്റ്റെല്ലാം അതെല്ലാം കളഞ്ഞ് എന്നിട്ട് അതിൻ്റെ പാത്രങ്ങളൊന്ന് കഴുകി വെക്കലാന്ന്. പിന്നെ തുണിയെല്ലാം അലക്കാനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം ഉണക്കി എടുത്തിട്ട് വെയിലത്ത് കൊണ്ട് വിരിക്കലാന്ന്. പിന്നെ ഉപ്പുമാവെല്ലാം ഉണ്ടാക്കിയെടുക്കലാന്ന് കേട്ടോ. ഇപ്പോൾ ഒരാൾ എണിച്ചിട്ട് വരുന്നുണ്ട്, വെറുതെ കുടിച്ചിട്ടുണ്ടായിന്. പിന്നെ ഉപ്പുമാവെല്ലാം റെഡിയാക്കി എടുക്കലാന്ന്. പിന്നെ ഉപ്പുമാവിനുള്ള ഉള്ളിയെല്ലാം വരട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അതാ ക്യാരറ്റെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട പൊങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പുമാവും പിന്നെ മുട്ടയും പഴമാണ് കേട്ടോ. ഉപ്പുമാവിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ കമൻറ്റും ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല കമൻറ്റ് ഇടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ഒത്തിരി പേരല്ല, എന്നാലും എൻ്റെ വ്യൂസിനനുസരിച്ചുള്ള കുറച്ച് പേരുണ്ട് കേട്ടോ. പിന്നെ കമൻറ്റ് ഇടുന്ന അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. താങ്ക്സ്, പിന്നെ താങ്ക് യു സോ മച്ച്. പിന്നെ ഇല്ലേ എന്താ വെച്ചെങ്കിൽ പിന്നെ ഇതാ ഉപ്പുമാവെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഉപ്പുമാവ് റെഡിയായി. അന്നത്തെ ദിവസം രാത്രി പൊറോട്ടയാണ് കേട്ടോ ഉണ്ടായിന്. പൊറോട്ടയും ചിക്കൻ ചില്ലിയാണ് കേട്ടോ ഉണ്ടായിന്. അങ്ങനെ മുട്ട കുക്കറിൽ പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറ്റിൻ്റെ ഉള്ളിൽ പൊറോട്ടയും ചൂടാകാൻ വേണ്ടി വെച്ചു. അപ്പം ഒരു വെടിക്കലുണ്ട് പക്ഷി പോലെ. അങ്ങനെ ഇതാ പൊറോട്ടയിൽ ചൂടാക്കി എടുത്തു. എന്താ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്, ഇങ്ങനെ വെള്ളം പിടിയാതെ പോലെ നല്ല പോലെ കിട്ടുന്നുണ്ട്. പിന്നെ മുട്ടയും ഇതാ പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അടിയിൽ. അങ്ങനെ മുട്ടയും പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതപ്പം ചായക്ക് വെള്ളം വെച്ചതാണ്. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ടാ. ചിക്കൻ ചില്ലി, പൊറോട്ട, പിന്നെ ഉപ്പുമാവെല്ലാം കേട്ടോ. അങ്ങനെ എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ട് എല്ലാവരും വിളിക്കുന്നതാണ്. പിന്നെ മുട്ട പൊങ്ങിയതുണ്ട്, പിന്നെ ചെറിയ പഴമുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ചായയെല്ലാം കുടിക്കലാന്ന്. അങ്ങനെ ചായയെല്ലാം കുടിച്ചു കേട്ടോ. അതിന് ശേഷം പാത്രമെല്ലാം ഉണ്ടായിന്, അതെല്ലാം ഒന്ന് കഴുകി വെക്കലാന്ന്. അങ്ങനെ ഇതാ പാത്രമെല്ലാം കഴുകി കിച്ചനെല്ലാം ക്ലീനെല്ലാം ആക്കി. പിന്നെ തുണിയെല്ലാം അലക്കാനിട്ട് കൊടുക്കാനുണ്ടായിന് കേട്ടോ. അതിന് കുറച്ച് ബാക്കി അലക്കാനിട്ട് കൊടുക്കാനുണ്ടായിന്, അതെല്ലാം അലക്കാനിട്ട് കൊടുത്തിട്ടുണ്ടായിന്. അതെല്ലാം ഒന്ന് നോമ്പാനിട്ട് കൊടുക്കലാന്ന്. പിന്നെ വെള്ളം കൂട്ടാനുണ്ടായിരുന്നു കേട്ടോ വാർത്ത സ്ഥലത്തെല്ലാം. പിന്നെ അങ്ങനെ വെള്ളം കൂട്ടാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ വെള്ളമെല്ലാം കൂട്ടിയിട്ട് വന്നു കേട്ടോ. ഇനി ഉച്ചക്കുള്ള ചിക്കൻ കറി നെയ്ച്ചോറെല്ലാം റെഡിയാക്കി എടുക്കലാന്ന്. ചിക്കൻ കറിക്ക് ഉള്ളിയും തക്കാളി പച്ചമുളക് മസാല ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ വറുത്തരച്ച ചാറാന്ന് കേട്ടോ ഉണ്ടാക്കുന്നതിനുള്ള തേങ്ങയെല്ലാം വറുത്തെടുക്കലാന്ന്. ചിക്കൻ അതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അതെല്ലാം ഒന്ന് കഴുകി എടുക്കലാന്ന്. അങ്ങനെ ഇതാ ചിക്കനെല്ലാം കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനെല്ലാം കഴുകിയെടുത്തതിന് ശേഷം കറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനെ എല്ലാവർക്കുള്ള ജ്യൂസെല്ലാം റെഡിയാക്കി എടുക്കലാന്ന്. അങ്ങനെ എല്ലാവരും ജ്യൂസെല്ലാം കുടിച്ചു കേട്ടോ. അങ്ങനെ ഇതാ കറിയെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ തേങ്ങയെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കറക്കിയുള്ള തേങ്ങൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കലാന്ന്.
കറക്കുള്ളതിൽ അരച്ചെടുത്തിട്ട് അതിന് നെയ്ച്ചോറെല്ലാം റെഡിയാക്കി എടുക്കലാന്ന്. അതിനുശേഷം നെയ്ച്ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അളക്കുന്ന സമയം കൊണ്ട് ചോറിനുള്ള അരിയെല്ലാം അളന്നെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാട്ട് കുറച്ചേ ചോറ് വെക്കുന്നുള്ളൂ, ഒരു പാട്ടേ വെക്കുന്നുള്ളൂ കേട്ടോ. രാത്രി ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ പുള്ളൊന്നും വേവിക്കുന്നില്ല, രാത്രി എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. ചിക്കൻ കറി മതിയാവും, നെയ്ച്ചോറാകുമ്പോൾ അങ്ങനെ വേവിക്കുന്നില്ല. അപ്പം പിന്നെ ഒരു പാട്ട വെക്കുന്നുണ്ട് കേട്ടോ. അതന്നെ ബാക്കി ഉണ്ടാവും. അങ്ങനെ ഇതാ നെയ്ച്ചോറെല്ലാം റെഡിയാക്കി എടുത്തു. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങയെല്ലാം അരച്ച് കൂട്ടിയിട്ട് പിന്നെ അങ്ങനെ സ്റ്റോർ റൂമെല്ലാം വൃത്തിയാക്കിയിട്ട് പകുതി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഇപ്പം പോയിട്ട് ബാക്കിയുള്ള പാകെല്ലാം വൃത്തിയാക്കി എടുക്കലാണ്. അത് ഒരുവിധം വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇനിയെല്ലാം എടുത്തു വെക്കലാണ്. അങ്ങനെ പിന്നെ ക്ലീനിയാക്കിയിട്ടെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇപ്പം ഒരു 2 മണിയായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചോറ് കഴിക്കലാണ് കേട്ടോ. 2 മണി 2:30 മണി അങ്ങനെ എന്തോ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓർമ്മയില്ല, ചിലപ്പോൾ 3 മണിയായിട്ടുണ്ടാവും സംശയം. പിന്നെ എന്നിട്ട് ചോറിൽ വെച്ചിട്ട് എല്ലാവരും കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ ചോറിൽ വയ്ക്കലാണ്. അങ്ങനെ ചോറ് വെച്ചിട്ട് പിന്നെ ആറാക്കി ട്യൂഷൻ ഉണ്ടായിട്ട് അവൾ 10ാം ക്ലാസ്സിലാണ്. അവൾ ട്യൂഷന് പോലാണ്. അങ്ങനെ അവളെ കൊണ്ടുവിടുന്നുണ്ട്. റാസി ഞാൻ പോകുന്നിട്ട് കരുതുന്നുണ്ടായി കേട്ടോ. അങ്ങനെ അറിയോ ഓളെയും കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഏറെ പെട്ടെന്ന് വേവിച്ചിട്ട് പോയി കേട്ടോ. അതിന് ശേഷം നമ്മളെല്ലാവരും കൂടി വേവിക്കലാണ്. അവളെ ഫ്രണ്ട് വന്നിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അവൾ പെട്ടെന്ന് വേവിച്ചിട്ട് വേഗം പോയി. അതിന് ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് വേവിക്കലാണ്. അങ്ങനെ ഞാൻ ട്യൂഷന് കൊണ്ടാക്കിയിട്ട് വന്നിട്ടാ മനസ്സുറിച്ച. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ചോറ് കഴിക്കലാന്ന് കേട്ടോ. 100 ആൾക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പുറം ഇരുന്നിട്ടുണ്ട്. പിന്നെ എന്നിട്ട് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ഞാൻ പുറത്ത് പോയിട്ട് തീയലിടാനും അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിച്ചിട്ടുള്ള വാരി. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.